വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് നോക്കാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അതുപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൻ്റെയും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെയൊക്കെ വേറെ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാനിതിലിപ്പോൾ ഇടുന്നില്ല. വേറെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ ആ വീഡിയോയും കാണണം, ഇതിലെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. നിങ്ങൾ 9th പഠിച്ച ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ. ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ക്വസ്റ്റ്യൻ ഇതാണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD ഈസ് 80 square centimeter. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ടു പുട്ട് എ ഡോട്ട് ഇൻ ട്രയാങ്കിൾ APB. ഇതിനകത്ത് ഒരു ഡോട്ട് ഇടാനുള്ള പ്രോബബിലിറ്റി എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 80 ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD. ദാറ്റ് ഈസ് ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് പ്രോബബിലിറ്റി എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു triangle APB is equal to 40. Therefore probability is equal to probability to put a dot in triangle. 40 divided by 80, that is equal to 1/2. Second question. ഇത് പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ടു പുട്ട് എ ഡോട്ട് ഇൻ ഷെയ്ഡഡ് പാർട്ട്. നോക്കിയതെന്താ? സെക്ടർ അല്ലേ? ഈ ആംഗിള് എത്ര വരും? 360 മൈനസ് 60, 300 ഡിഗ്രി. നമുക്ക് പ്രോബബിലിറ്റി ടു പുട്ട് എ ഡോട്ട് ഇൻ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ആൻസർ എന്ത് വരും? 300 ഡിവൈഡഡ് ബൈ, നമുക്ക് ആ സെൻട്രൽ ആംഗിൾ തമ്മിലങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ശരിക്കുള്ള സ്റ്റെപ്പ് എന്താണ്? ഏരിയ ഓഫ് ദിസ് സെക്ടർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ. നമുക്ക് അത്രയും ചെയ്യേണ്ട. 300 ഡിവൈഡഡ് ബൈ 360. ആൻസർ 5/6. ഇപ്പോൾ ഇവിടെ അൺഷെയ്ഡഡ് പോർഷനിലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 60 ഡിവൈഡഡ് ബൈ 360, ദാറ്റ് ഈസ് 1/6. What is the probability എന്നുള്ള ഞാൻ ഷോർട്ട് അത്ര എഴുതുന്നുള്ളൂ കേട്ടോ. ഹാവിങ് 53 സൺഡേസ്. ഇവിടെ മൺഡേ സൺഡേ ഏത് ഡേ ചോദിച്ചാലും ഒരേ ആൻസറാണ് വരുന്നത്. 53 സൺഡേസ് ഇൻ എ ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എത്ര ഡേയ്സ് ഉണ്ട്? 366 ഡേയ്സ്. ഫെബ്രുവരി 29 ഡേയ്സ്. അപ്പോൾ അതിൽ 364 ഡേയ്സ് എന്ന് പറയുമ്പോൾ 52 വീക്സ് ആണ്. അപ്പോൾ അതിൽ ഓൾറെഡി 52 സൺഡേയ്സ് ഉണ്ട് അല്ലെ, 52 മൺഡേയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 53 സൺഡേ വരുമ്പോൾ റിമൈനിങ് 2 ഡേയ്സ് പോസിബിൾ എങ്ങനെ വരാം? മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ അങ്ങനെ നമ്മൾ എഴുതി വരുമ്പോൾ സൺഡേ ഉള്ളത് ഏതൊക്കെയാണ്? സാറ്റർഡേ ആൻഡ് സൺഡേ, സൺഡേ ആൻഡ് മൺഡേ, 2 കേസസ് അല്ലേ. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 2/7. 7 വരുന്നത് സൺഡേ ആൻഡ് മൺഡേ, മൺഡേ ആൻഡ് ട്യൂസ്ഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ,
വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. അങ്ങനെ 7 കേസസ്. അതിൽ സൺഡേ വരുന്നത് 2 days, മൺഡേ ആണെങ്കിൽ 2 days. നോൺ ലീപ്പ് ഇയർ ആയിരുന്നെങ്കിൽ എന്ത് ആൻസർ വരും? 1/7. പിന്നെ ക്ലാസ് 10A 10B ആ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം കേട്ടോ. നമുക്ക് ഡൈയുടെ ക്വസ്റ്റ്യൻ, കോയിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് getting a sum 8 when rolling 2 dice. Two dice with the face numbers 1 to 6. ഇപ്പോൾ ഒരു പാർട്ടിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബീയിങ് ദ സെയിം നമ്പർ. നമുക്കിവിടെ 2 ഡൈ കണ്ടിട്ടുണ്ടല്ലോ, കട്ടാതെ ഇങ്ങനെ ഓരോ ഫേസിലും 1 2 3 4 5 6 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 ഡൈസാണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. ടോട്ടൽ പേസ് എന്ത് വരും? 6 × 6 36. 1 1 വരാം, 1 2 വരാം, 1 3 1 4 1 5, അങ്ങനെ ലാസ്റ്റ് 6 6 വരും. അതാണ് 36. ഇതിൽ സം 8 നമുക്കറിയാം 1 2 ആണ് കിട്ടുന്നതെങ്കിൽ 1 + 2 3. അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് കിട്ടണം? സം 8 കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയെന്ന് നോക്കാം. ഇപ്പോൾ സം 8 വരണമെങ്കിൽ ഏതൊക്കെയാണ്? 4 4 വരാം, പിന്നെ 2 6 6 2 3 5 5 3 അല്ലേ? 4 4 വരാം, 2 6 6 2 3 5 5 3 1 2 3 4 5. ടോട്ടൽ എത്രയാണ്? 36. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം 8 എന്ന് ചോദിച്ചാൽ 5/36. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 8. ഇതേ ക്വസ്റ്റ്യൻ തന്നെ when 2 dice are thrown, when 2 dice are rolled, find the probability of getting same number on each die എന്ന് ചോദിച്ചാൽ 1 1 2 2 3 3 4 4 5 5 6 6. 6/36, 1/6. Probability of getting same number on each die ചോദിച്ചാൽ 6/36, 1/6. Question number 5. 2 coins are tossed. ഇതിനകത്ത് 3 പാർട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് two heads. നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ അങ്ങ് എഴുതിപ്പോൾ നമുക്കറിയാം 2 കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോയിൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഹെഡ് ആൻഡ് ടെയിൽ. മറ്റേതിൽ ഹെഡ് ആൻഡ് ടെയിൽ. 2 × 2 4 ഔട്ട്കംസ്. ഇങ്ങനെ വരാം. ഹെഡ് 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 ടെയിൽ TH, ടെയിൽ ഹെഡ് TT. ഇവിടെ 2 ഹെഡ്സ് എന്ന് പറയുമ്പം എത്ര ഔട്ട്കമേ ഉള്ളൂ? only 1. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1/4. അതേപോലെയാണ് പ്രോബബിലിറ്റി ഓഫ് 2 ടെയിൽസ് ചോദിച്ചാലും ആൻസർ എന്താ? 1/4.
In the second part, at least one head. At least one head. For at least one head എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 2 കോയിൻസേ ഉള്ളൂ. എത്ര ഹെഡ് വരെ നമുക്ക് കിട്ടത്തുള്ളൂ? 2 ഹെഡ്സ് വരെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ 1 or more എന്നാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. പക്ഷെ 1 താഴത്തില്ല, 0 ഹെഡ് വരത്തില്ല. അപ്പോൾ ഏതൊക്കെ വരാം? 1 ഹെഡ് എന്ന് പറയുമ്പോൾ HT TH. 2 ഹെഡ്സ് എന്ന് വന്നാലോ HH. പ്രോബിലിറ്റി എന്ത് വരും? 3/4. Third part. At most 1 head. മറ്റേത് at least ആയിരുന്നു, ഇത് at most. At most 1 head എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് കൂടാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് കുറയാൻ പാടില്ല. അപ്പോൾ 0 ഹെഡ് വരാം, 1 ഹെഡ് വരാം. 0 ഹെഡ് എന്ന് പറഞ്ഞ കേസ് ഏതാണ്? TT. 1 ഹെഡ് എന്ന് പറയുമ്പോൾ HT, മറ്റേത് TH. ഇവിടെയും പ്രോബിലിറ്റി എന്താ? 3/4. Number 6. A box contains 5 white balls and some black balls. A ball is taken from the box. അത് വായിക്കാം, എഴുതുന്നില്ല. Find the number of black balls if the probability of black ball is twice the probability of white balls. Find the number of black balls if the probability of black ball is twice എന്ന് പറഞ്ഞാൽ 2 times the probability of white ball. Probability of black ball is twice the probability of white ball. നമുക്കിവിടെ വൈറ്റ് ബോൾസ് എത്രയുണ്ട്? 5. ബ്ലാക്ക് ബോൾ നമുക്ക് അറിയത്തില്ല, അത് എക്സ് എന്ന് അസ്യൂം ചെയ്യാം. വൈറ്റ് ബ്ലാക്ക്. വൈറ്റ് 5. ടോട്ടൽ എത്ര ബോൾസായി? x+5. 5 + 6. ഇനി the probability of black ball is twice the probability of white ball. Probability of black is equal to twice എന്ന് പറയുമ്പോൾ 2 times probability of white. ബ്ലാക്ക് എത്രയുണ്ട്? എക്സ്. ടോട്ടൽ 5 + x. 2 × 5/x+5. രണ്ട് സൈഡിൽ നിന്ന് x+5 കട്ട് ചെയ്യാം. x is equal to 10. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എത്ര കിട്ടി? 10. Number 6. നമുക്ക് 2-3 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലോട്ട് പോകാം. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇത് നോക്കാം. പ്രോബബിലിറ്റി നോക്കാം. 2 boxes contains tokens on which numbers 1, 2, 3, 4. 2 ബോക്സ് ഉണ്ട്. ഫസ്റ്റ് ബോക്സ്, സെക്കൻഡ് ബോക്സ്. രണ്ടിലും ഇത്രയും ടോക്കൺ ഉണ്ട്. 1,
2, 3, 4. ഇത്രയും 4 നമ്പർ എഴുതിയ ടോക്കൺ ഇതിലുമുണ്ട്, 2 ബോക്സിലുണ്ട്. 1 token is taken from each box. നമ്മൾ ഓരോ ബോക്സിൽ നിന്ന് ഓരോ ടോക്കൺ എടുക്കുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ദി നമ്പേഴ്സ് ഈസ് എ പ്രൈം നമ്പർ. 1 ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, ഒന്നുകൂടെ വായിക്കാം. 2 boxes contains token on which numbers 1, 2, 3, 4 are written. 1 token is taken from each box. ഓരോ ബോക്സിൽ നിന്നും എടുക്കുന്നു. Find the probability of getting sum of the numbers is a prime number. Find the probability of getting sum of the numbers is a prime number. ഇവിടെ ടോട്ടൽ പേയേഴ്സ് ഏതൊക്കെ വരാം? ഇവിടെ എത്രയുണ്ട്? 4. ഇതിൽ 4. ടോട്ടൽ പേയേഴ്സ് 4 × 4 16. ഇനി 1 1 1 2 1 3 1 4 അങ്ങനെ അല്ലേ? അപ്പം നമുക്കറിയാം 1 1 to 4 4 വരെയാണ്. ഇവിടെ സം 1 1 ആണെങ്കിൽ സം എത്ര കിട്ടും? 2. 4 4 ആണെങ്കിൽ സം എത്ര കിട്ടും? 8. അപ്പോൾ ഇതിൽ നമുക്ക് സം എന്ത് കിട്ടണം? പ്രൈം നമ്പർ കിട്ടണം. ഇതിനകത്ത് വരുന്ന പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2, 3, 5, 7. കാരണം 8 കോമ്പോസിറ്റാണ്. സം ഏതൊക്കെ വരാം? 2, 3, 5, 7. സം 2 വരുന്ന പെയർ ഏതാണ്? 1 1. 3 വരുന്നത് 1 2 വരാം, 2 1 വരാം. ഇനി 5 വരുന്നത് 1 4 4 1 2 3 3 2. 1 4 4 1 2 3 3 2. 7 വരുന്നത് 3 4 4. നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് തന്നെ നോക്കാം. 1 2 3 4 5 6 7 8 9. റിക്വയർഡ് പ്രോബബിലിറ്റി എന്ത് വരും? 9/16. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 9/16. ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. in a semicircle. CP perpendicular A. AB is a diameter. CP perpendicular AB. AP is equal to BP plus 5 and PC is equal to 6 cm. Question ഇത്രയും തന്നിട്ടുണ്ട്. Find radius of the semicircle. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ബി പി എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഇത് എക്സ്, ഇതെന്ത് വരും? എ പി എന്താ തന്നിരിക്കുന്നത്? ബി പി പ്ലസ് 5 എക്സ് പ്ലസ് 5. സർക്കിളിൽ നിങ്ങൾ പഠിച്ച റിസൾട്ട് എന്താ? ഇത് പെർപെൻഡിക്കുലറാണ്. എ ബി ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു സി പി സ്ക്വയർ. എ പി എക്സ് പ്ലസ് 5 ഇൻറ്റു 36. x into x into 5 minus 36. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല യൂസ് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ്
root of b square minus 4ac whole divided by 2. ഇവിടെ ബി പോസിറ്റീവ് 5 ആണ്, മൈനസ് ബി എന്ന് പറയുമ്പോൾ -5 ബി സ്ക്വയർ 25 4 ഇൻറ്റു 1 ഇൻറ്റു -36. ഈ സൈനും കൂടി നോക്കാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 169 -5 പ്ലസ് 30. നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. റേഡിയസൊക്കെ നമ്മൾ നെഗറ്റീവ് എടുക്കില്ലല്ലോ. നമുക്കിവിടെ എ പി എത്ര കിട്ടി? എക്സ് പ്ലസ് 5 4 + 5 9 ബി പി 4. Therefore diameter 2r is equal to 9 + 4. R is equal to 13/2 6.5 centimeter. Number 8. Sum of the sum of squares of 3 consecutive integers is 77. നമുക്കിവിടെ കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. 3 കോൺസിക്യൂട്ടീവ് ഈവൻ ആണെങ്കിൽ എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4. ഓഡ് ആണെങ്കിലും എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിലൊരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇഫ് ദ മിഡിൽ നമ്പർ ഈസ് എക്സ്, if the middle number is x, middle number is x, then first part, what are the other numbers? മിഡിൽ നമ്പർ എക്സ് നമുക്കറിയാം 7 6 7 8. ഇപ്പോൾ 7 മിഡിലിൽ, ബാക്കിൽ കാണും എക്സ് ഒന്ന് കുറയ്ക്കുക അല്ലേ, 1 മൈനസ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ 1 പ്ലസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ വരും? എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1. അപ്പോൾ അതർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സ് മൈനസ് 1 ആൻഡ് എക്സ് പ്ലസ് 1. എക്സ് മൈനസ് 1 കോമ ഇതാണ് അതർ നമ്പേഴ്സ്. എക്സ് മിഡിലാണെന്നവർ പറയുന്നുണ്ട്. എക്സ് മൈനസ് 1 കോമ എക്സ് പ്ലസ് 1. ബി പാർട്ട് ഫൈൻഡ് ദ നമ്പേഴ്സ്. ഇവിടെ എന്താ കണ്ടീഷൻ? സം ഓഫ് ദ സ്ക്വയേഴ്സ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 77. a minus b the whole square expanded x square minus 2x plus 1 plus x square plus 2x plus 1 minus 70 is equal to 76. Minus 2x plus 2x cancel. Three x square 77 minus 2 75. 75 divided by 3 25. X is equal to root of 25, that is 5. അപ്പോൾ നമുക്കിവിടെ നമ്പേഴ്സ് എങ്ങനെ എഴുതാം? therefore numbers are മിഡിലിൽ 5 എഴുതുക, 1 മൈനസ് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ നമുക്ക് സർക്കിൾസ് നോക്കാം. ഓക്കെ, എല്ലാവരും
നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.